വെൽക്കം ബാക്ക് ടു ചിക്കൻ സ്ലീക്സ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു ഹോൾ വീഡിയോ ആണ്, നൈക്ക ഹോൾ വീഡിയോ ആണ്. ഇപ്പൊ കഴിഞ്ഞ ഹോട്ട് പിങ്ക് സെയിലില് ഞാൻ എന്തൊക്കെയാണ് നൈക്കന്ന് വാങ്ങിയെന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. ഇതിൽ ഞാൻ പുതിയ പ്രൊഡക്ട്സ് ഒന്നും ട്രൈ ചെയ്യുന്നില്ല. ഞാൻ ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഡക്ട്സ് ഒന്നുകൂടെ റീസ്റ്റോക്ക് ചെയ്തേ ഉള്ളൂ. അതായത് ഞാൻ യൂസ് ചെയ്യുന്ന സ്കിൻ കെയർ ആണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ ഒരു 2 പ്രൊഡക്ട്സ് ഞാൻ പുതിയതായിട്ട് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ട്. വേറൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഫ്രീ ആയിട്ട് 2 സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിൽ ഒന്ന് എനിക്ക് ഭയങ്കര എന്താ പറയാ, അത്രയും നമ്മൾ ആഗ്രഹിച്ചിട്ട്, അതായത് ഫ്രീ ആയിട്ട് കിട്ടാനല്ല, നമ്മൾ അത്രയും ആഗ്രഹിക്കുന്ന ഒരു പ്രൊഡക്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു സന്തോഷമുണ്ട്. അതെന്താന്നുള്ളത് ഞാൻ കാണിക്കാം. അപ്പൊ എന്തൊക്കെയാണ് ഞാൻ വാങ്ങിയെന്നുള്ള ആദ്യം എന്റെ പാക്കേജസ് കാണിക്കാം. ഇത്രയും സാധനങ്ങളാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഈ ബോക്സ് കണ്ടിട്ട് ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ല. ഒരു ബോക്സിൽ ഒരു പ്രൊഡക്റ്റ് ഒക്കെ അവർ തന്നിട്ടുള്ളൂ. അപ്പൊ എന്തൊക്കെയാ നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം ഈ ചെറിയ ബോക്സ് ഒന്ന് തുടങ്ങാം. ഇത് ചെറിയൊരു ബോക്സ് ആണ്. ഇതൊക്കെ ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്തിരുന്നു കേട്ടോ. ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ചിലത് യൂസ് ചെയ്യാനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി ഞാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ തന്നെ റീപർച്ചേസ് ചെയ്തതാണ്. അപ്പൊ ഈ ഒരു ബോക്സിൽ എന്താന്നുള്ളത് ആദ്യം നോക്കാം. ഇതില് മസ്കാരയാണ്, മേബ്ലിൻ ലാഷ് സെൻസേഷണൽ സ്കൈ ഹൈ മസ്കാര. ഇത് ഞാൻ ഓൾറെഡി യൂസ് ചെയ്തിട്ട് ഇത് ഞാൻ എക്സ്പയറി കഴിഞ്ഞപ്പോൾ വേറെ ഒന്ന് വാങ്ങിയതാണ്. പിന്നെ അടുത്തത് ലാക്മിയുടെ ലൂമി ക്രീം ആണ്. ഇതും ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റ് ആയിരുന്നു. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും റീപർച്ചേസ് ചെയ്തതാണ്. ഇനി ഇതിലാണ് ഞാൻ അത്രയും ആഗ്രഹിച്ചിട്ടുള്ള ആ സാധനം എനിക്ക് ഫ്രീ ആയിട്ട്, സാമ്പിൾ പാക്കേജിംഗ് ആണ് പക്ഷെ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. എന്താണെന്ന് ഞാൻ കാണിക്കാം. ഇതാണ് ആ പ്രൊഡക്റ്റ്, YSLന്റെ ഈ ഒരു പെർഫ്യൂം ആണ്. ഇതൊരു സാമ്പിൾ പാക്കേജിംഗിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, കണ്ടോ, ഈ ഒരു കുട്ടി സാധനമാണ്. ഇത് ഞാൻ ആഗ്രഹിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിത് വാങ്ങണം എന്ന് ഭയങ്കര ആഗ്രഹം. പക്ഷെ ഇത് നല്ല എക്സ്പെൻസീവ് ആണ്. ഇതിന്റെ ഒരു ചെറിയ ബോട്ടിൽ തന്നെ 8000 സംതിങ് എന്തോ ഉണ്ട്. അപ്പൊ ഇതുവരെ വാങ്ങിയിട്ടില്ല. പക്ഷെ എന്റെ വിഷ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാന്നറിയില്ല, എനിക്ക് ഇത് തന്നെ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇതിന് നല്ല അടിപൊളി ഫ്രാഗ്രൻസ് ആണ്. ഇത് ഒരുപാട് റിവ്യൂസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. വേറെ കുറെ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഇത് യൂസ് ചെയ്യുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ ഇതിനെ കുറിച്ച് നല്ല റിവ്യൂസ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതൊക്കെ കണ്ടിട്ട് ഞാൻ ഇത് വിഷ് ലിസ്റ്റിൽ ഇട്ട് വെച്ചിട്ടുള്ള സാധനമാണ്. എന്തെങ്കിലും ഒരു ദിവസം വാങ്ങണം എന്നുള്ളതില് ഞാൻ ഇട്ട് വെച്ചിട്ടുള്ളതാണ്. എന്തായാലും എനിക്കിത് ജസ്റ്റ് ഒന്ന് സ്മെല്ല് അറിയാനെങ്കിലും ഈ ഒരു കുട്ടി സാധനം എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരുപാട് സന്തോഷം എനിക്കുണ്ട് കേട്ടോ. അപ്പൊ ഈ പാക്കേജിങ്ങിൽ അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇത്രേ ഉള്ളൂ ഈ 3 സാധനം, മെയിൻ ആയിട്ടും നമ്മുടെ ഈ YSLന്റെ പെർഫ്യൂം. ഇനി അടുത്തത് ഇതാണ്. ഇത് ഞാൻ പൊളിച്ചിട്ടില്ല. ഇത് നൈക്കയുടെ ലക്സ് പാക്കേജിംഗ് ആണ്. ഇതിലുള്ള എന്താന്ന് എനിക്കറിയാം, പക്ഷെ ഇത് ലക്സ് പാക്കേജിങ്ങിൽ വരുമോ എന്നുള്ളത് എനിക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പൊ ഇതിനുള്ള എന്താന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിനുള്ള എന്താന്ന് എനിക്ക് അറിയാം കേട്ടോ. അപ്പൊ നൈക്കയുടെ ലക്സ് പാക്കേജിങ്ങിൽ എന്താ വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഒരു ഐറ്റേ ഉള്ളൂ കേട്ടോ. അപ്പൊ അതാ ഇതാണ്. ഇത് ഞാൻ പൊളിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് സാധനം, ഈ കുട്ടി സാധനം. ഇത് ലനേജിന്റെ ലിപ് ഗ്ലോയി ബാം ആണ്. ഓക്കെ, അതാണ് നൈക്കയുടെ ഈ ലക്സ് പാക്കേജിങ് വന്നത്. ഇത് ലക്സ് പ്രൊഡക്റ്റ് ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇതാ ഈ ഒരു ഇതും ഞാൻ കുറെ നമ്മുടെ ഇന്റർനാഷണൽ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് കണ്ടിട്ട് അങ്ങനെ വാങ്ങിയ ഒരു ലനേജിന്റെ ലിപ് ഗ്ലോയി ബാം ആണ്. ഞാൻ സത്യം പറഞ്ഞാൽ നമ്മളുടെ എന്താണ് ലനേജിന്റെ സ്ലീപ്പിംഗ് മാസ്ക് ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നേ. തട്ടിപ്പൊളി സ്മെല്ലാട്ടോ. അത് ബെറി ഫ്രൂട്ട്സ് റൂഷ് എന്നുള്ള എന്താണ് അതിന്റെ ആ ഒരു വേരിയന്റ് ആണ്. നല്ല ബെറി അടിപൊളി, നല്ല മണാട്ടോ. നമുക്കിതൊന്ന് എടുത്തു നോക്കാം. ഇത് ഭയങ്കര ജ്യൂസി പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ജസ്റ്റ് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. നല്ല പ്രൊഡക്റ്റാ. നല്ല എന്താ പറയാ, ബാമി പക്ഷെ എന്നാൽ ഭയങ്കര ഗ്ലോയി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്. ഇതാണ് ലക്സ് പാക്കേജിങ്ങിൽ വന്നിട്ടില്ല. ഞാൻ വിചാരിച്ചിട്ടില്ല ഇത് ലക്ഷറി പ്രൊഡക്റ്റ് ആണെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. എന്തായാലും അതാണ് അടുത്ത്. ഇനി അടുത്ത നോക്കാം. അടുത്ത ഈ ഒരു ബോക്സിൽ എന്താന്ന് നോക്കാം. ഇതില് ലവ് ബ്യൂട്ടി പ്ലാനറ്റിന്റെ ഷാംപൂ ആണ്. ഇത് ഞാൻ ഓൾറെഡി യൂസ് ചെയ്തു.
ലവ് ബ്യൂട്ടി പ്ലാനറ്റിന്റെ ഷാംപൂ. പിന്നെ അടുത്തത് ഇതിലും എനിക്കൊരു ഫ്രീ സാമ്പിൾ വന്നിട്ടുണ്ടായിരുന്നു. അത് ലോറിയലിന്റെ പ്രൊഫഷണൽ ആബ്സല്യൂട്ട് റിപ്പയർ പ്രോട്ടീൻ ആൻഡ് ഗോൾഡ് ക്വീൻവേ ആണോ, ഗോൾഡ് ക്വീൻവേ ആണെന്ന് തോന്നുന്നു. ഷാംപൂ ആണ് ഈ ഒരു പ്രൊഡക്റ്റ്. ഓക്കെ, പിന്നെ വന്നിട്ടുള്ളത് കീരോടെ എന്താ ഒരു ലിപ്സ്റ്റിക് ആണ്. ഇത് കീരോന്റെ വേറൊരു ഷെയ്ഡ് എൻ്റെ ഉണ്ട്. അപ്പൊ ഈ ഷെയ്ഡ് ഞാൻ ഓൾറെഡി ഇട്ട് വെച്ചതായിരുന്നു. ഇതിന് അത്യാവശ്യം റേറ്റ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആട്ടോ ഈ കീരോയുടെ ലിപ്സ്റ്റിക്. ആ സമയത്തും റേറ്റ് ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു. ഇതാണ് കീരോയുടെ ലിപ്സ്റ്റിക്. ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് ഞാൻ പറഞ്ഞുതരാം, നൂഡ് ഗാർണറ്റ് 06 അതാണ് ഷെയ്ഡ് കേട്ടോ. അത് ഇങ്ങനെ ഒരു ഷെയ്ഡാണ്, നമുക്ക് നോക്കാം. നല്ലൊരു ഷെയ്ഡാട്ടോ, ഇതാണ് ഷെയ്ഡ്. ഇത് ഈ ഒരു ലിപ്സ്റ്റിക്കിന് പ്രത്യേകത നല്ല മണമുള്ള ലിപ്സ്റ്റിക് ആട്ടോ ഇത്. ഇതിന്റെ തന്നെ വേറൊരു വേരിയന്റ് എൻ്റെ ഉണ്ട്. അത് കീരോടെ തന്നെ വേറെ ഈ സെയിം ബുള്ളറ്റ് ലിപ്സ്റ്റിക് തന്നെയാ. അത് ഇൻ ദ ഷെയ്ഡ് സ്പൈസി സിനമൺ 08. ഇത് കണ്ടോ, ഇത് ഞാൻ യൂസ് ചെയ്ത് ഇത്രയായി. ഇതാണ് നൂഡ് ഗാർണറ്റ് ഷെയ്ഡ്. രണ്ടും വ്യത്യാസമുണ്ട്. ഇതൊരു പിങ്ക് കൈൻഡ് ഓഫ് നൂഡാണ്, ഇതൊരു ബ്രൗൺ നൂഡാണ്. ഏത് സ്പൈസി സിനമൺ ഒരു ബ്രൗൺ നൂഡാണ്, മറ്റത് പിങ്ക് നൂഡാണ്. അപ്പൊ ഇതാണ് അടുത്തത്. അപ്പൊ ഈ ഒരു പാക്കേജിങ്ങിൽ അത്രയേ ഉള്ളൂ, 3 പ്രൊഡക്ട്സ് ഉള്ളൂ. ഇനി അടുത്തത് എന്താന്ന് നോക്കാം. ഈ ഒരു പാക്കേജിങ്ങിലാണ്. ഇതിലൊരു പ്രൊഡക്റ്റ് ഉള്ളൂ കേട്ടോ. അത് വേറെ ഒന്നുമല്ല, അത് ലവ് ബ്യൂട്ടി പ്ലാനറ്റിന്റെ തന്നെ കണ്ടീഷണർ ആണ്. ഈ ലവ് ബ്യൂട്ടി പ്ലാനറ്റിന്റെ ഈ ഒരു വേരിയന്റ് ഷാംപൂ കണ്ടീഷണർ ഇത് ലോഞ്ച് ചെയ്ത സമയത്ത് പറഞ്ഞാൽ ഇവരിത് പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരുപാട് പേര് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നല്ലോ, ഇത് നല്ലതാണ്, അടിപൊളിയാണ് എന്നൊക്കെ ഉള്ളത്. അപ്പൊ ഞാൻ ആ സമയത്ത് തന്നെ ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ യൂസ് ചെയ്തപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എപ്പോഴും ലോറിയലിന്റെ ഷാംപൂ കണ്ടീഷണേഴ്സ് യൂസ് ചെയ്യാം. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഈ ഒരു ലവ് ബ്യൂട്ടി ആൻഡ് പ്ലാനറ്റിന്റെ ഈ ഒരു വേരിയന്റ് ലാവൻഡർ ആൻഡ് ആർഗൺ ഓയിൽ വേരിയന്റ് അത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മറ്റേ ഓറഞ്ചിന്റെ വേരിയന്റ് ഉണ്ടല്ലോ, ടാൻജറിൻ അത് ബയോട്ടിക് അങ്ങനെ എന്നുള്ളതിന് പേര്, അതും അടിപൊളി സാധനം കേട്ടോ. അതെനിക്ക് എപ്പോഴും നമ്മുടെ ടാങ്ക് ഉണ്ടല്ലോ, ഈ വെള്ളം കലക്കുന്ന ടാങ്കിന്റെ ആ ഒരു സ്മെല്ലാണ് എനിക്ക് തോന്നിയിട്ടില്ല. ഇതും അടിപൊളി സ്മെല്ലാണ്. ഇത് ലാവൻഡറിന്റെ നല്ല സ്മെല്ലാണ്. രണ്ടും നല്ല ഷാംപൂ കണ്ടീഷണേഴ്സ്, രണ്ടും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് റീപർച്ചേസ് ചെയ്തതാന്ന് വെച്ചാൽ ലോറിയലിന് എനിക്ക് കുറച്ച് ബോറടിച്ചപ്പോ ഞാൻ ഇതിലേക്ക് തന്നെ ഒന്ന് വീണ്ടും വന്നേ ഉള്ളൂ. അപ്പൊ ഇതിൽ അത്രേ ഉള്ളൂ, ഒരൊറ്റ പ്രൊഡക്റ്റേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നുള്ളത് ഇതിന്റെ ബില്ല. ഇനി അടുത്ത ലാസ്റ്റ് ഇതാണ് കേട്ടോ, ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്. ഇതിൽ എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. ഇതില് ഞാൻ ഓൾറെഡി പൊളിച്ചിട്ടുണ്ടായിരുന്നു. മിനിമലിസ്റ്റിന്റെ ഒരു സിറമാണ് ഇത്. മിനിമലിസ്റ്റിന്റെ ഏത് സിറാന്ന് വെച്ച് കഴിഞ്ഞാല് ആൽഫ ആർബ്യൂട്ടിൻ 02% ഫേസ് സിറം ആണ് കേട്ടോ. ഇത് ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ്. ഇത് ഡാർക്ക് സ്പോട്ട് അതുപോലെ തന്നെ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഇതിനൊക്കെ ഭയങ്കര നല്ല പ്രൊഡക്റ്റാണ്. ഇതാണ് പ്രൊഡക്റ്റ് ആൽഫ ആർബ്യൂട്ടിൻ സിറം. ഇത് നല്ല പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി പ്രൊഡക്റ്റാണ്. ഡാർക്ക് സ്പോട്ട്സ് ഉണ്ട്, ഡൾ സ്കിൻ ആണ്, അതുപോലെ തന്നെ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഞാനിപ്പോ ഇത് എന്റെ 3ാമത്തെ ബോട്ടിലാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിറ്റമിൻ സി അലർജിക് ആണ്. വിറ്റമിൻ സി ആണ് നമ്മൾ ശരിക്കും ഡാർക്ക് സ്പോട്ട്സിനും ഹൈപ്പർ പിഗ്മെന്റേഷനൊക്കെ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനം. പക്ഷെ അതെനിക്ക് അലർജിക് ആയതുകൊണ്ട് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇതൊന്ന് യൂസ് ചെയ്ത് നോക്ക്, ഇത് പറ്റുമായിരിക്കും, ഇത് അലർജിക് ആയിരിക്കില്ല. കാരണം അവളുടെയും സെൻസിറ്റീവ് സ്കിൻ ആണ്, അതുകൊണ്ട് അവൾ പറഞ്ഞു അവളുടെ സെൻസിറ്റീവ് സ്കിൻ ആയതുകൊണ്ട് അവൾക്ക് ഇത് പറ്റി. ഇതിന്റെ ഓർഡിനറി എന്ന് ആദ്യം എൻ്റെ അടുത്ത് പറയുന്നത്, ഓർഡിനറി ഞാൻ വാങ്ങിയില്ല. അപ്പൊ അതിന്റെ പിന്നെ വരുന്നത് ഈ മിനിമലിസ്റ്റിന്റെയാണ് നല്ലതായിട്ട് വരുന്നതെന്ന് പറഞ്ഞു. അപ്പൊ മിനിമലിസ്റ്റ് ഞാൻ യൂസ് ചെയ്തു. അതിനുശേഷം പിന്നെ കുറെ ആൽഫ ആർബിറ്റിൻസ് വന്നിട്ടുണ്ട്, ഡെർമാക്കോന്റെ വന്നിട്ടുണ്ട്, ഡെർംഡോക്കിനൊക്കെ വന്നിട്ടുണ്ട്. ആ സമയത്ത് ആദ്യം ഒന്നും ഉണ്ടായിരുന്നില്ല. ആദ്യം ഓർഡിനറിയുടെയും പിന്നെ ഈ ഒരു മിനിമലിസ്റ്റിന്റെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓർഡിനറിയുടെ എക്സ്പെൻസീവ് ആണ്, ഇത് കുറച്ച് കുറവാണ് കമ്പാരിറ്റീവ്ലി കേട്ടോ, കുറച്ച് കുറവാണ്. ഇതിന് ഏകദേശം ഒരു എത്രയാ പ്രൈസ് വരുന്ന വെച്ചാൽ ഒന്നിനും പ്രൈസ് ഞാൻ പറഞ്ഞില്ലല്ലേ. ഞാൻ പ്രൈസ് ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ, ലിങ്ക്സും ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ. ഇതെന്തായാലും നല്ല പ്രൊഡക്റ്റ് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് എന്നെ പോലെ ഡ്രൈ ആൻഡ് സെൻസിറ്റീവ് സ്കിൻ ആണ്, അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സ് ഉണ്ട്, ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ട്, എന്നാൽ വിറ്റമിൻ സി അലർജിക് ആണ് എന്നുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റ് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. ഇത് നമുക്ക് അലർജിക് ആവില്ല, സൈഡ് എഫക്ട്സ് ഒന്നുമില്ല.
ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു 2 ആഴ്ച തന്നെ നമ്മുടെ സ്കിന്ന് റിപ്പയർ ചെയ്യും കേട്ടോ, നന്നായിട്ട് റിപ്പയർ ചെയ്യും. അത് നമുക്ക് മനസ്സിലാവും. ആ ഒരു ഇന്നർ ഗ്ലോ വരും. അതുപോലെ തന്നെ നന്നായിട്ട് എന്താ പറയാ, നമ്മുടെ സ്കിന്നിന് ലൈഫ് വെച്ച പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാന്ന് വെച്ചാല് ഇതിപ്പോ ഞാൻ പറഞ്ഞ പോലെ 3ാമത്തെ ബോട്ടിലാണ്. അപ്പൊ ഇതാണ് അടുത്തത്. ഇനി അടുത്തത് ഈ ബോക്സിൽ എന്താന്ന് നോക്കാം. ഇത് ഞാൻ നോക്കിയിട്ടില്ല, ഇതും കൂടെ ഉള്ളൂ. 2 പ്രൊഡക്റ്റ് ആണുള്ളത്. ഒന്ന് ഈ ഡോക്ടർ ഷെറ്റ്സിന്റെ ഹൽദി ആൻഡ് ഹൈലറോണിക് ആസിഡ് സൺസ്ക്രീൻ. ഇത് ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ്. ഇത് ഞാൻ ഏകദേശം ഒരു 2.5-3 വർഷത്തോളമായിട്ട് ഞാൻ ഈ ഒരു സൺസ്ക്രീൻ തന്നെയാട്ടോ യൂസ് ചെയ്യുന്നത്. ഇതാണ് സൺസ്ക്രീൻ. ഞാൻ വാങ്ങിയ സമയത്ത് ഇത് ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരുന്നു. ഞാൻ ഇത് വാങ്ങാൻ എന്താ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് നമുക്ക് ഇതിന്റെ ആദ്യം അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ളത് വിറ്റമിൻ സി അതുപോലെ സെറമൈഡിന്റെ ആ ഒരു സൺസ്ക്രീൻ ആണല്ലോ. ആ സൺസ്ക്രീൻ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം വിറ്റമിൻ സി ഉള്ളതുകൊണ്ട്. വിറ്റമിൻ സി എനിക്ക് അലർജിക് ആണ്, അപ്പൊ എനിക്ക് അത് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാനിങ്ങനെ ഇതുപോലെ ഡ്രൈ സ്കിന്നിനെ പറ്റിയിട്ടുള്ള സൺസ്ക്രീൻ ഇങ്ങനെ സെർച്ച് ചെയ്യായിരുന്നു. അപ്പൊ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഡോക്ടർ ഷെത്തിന്റെ ഇത് ഞാൻ കണ്ടു. ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഡോട്ട് ആൻഡ് കീന്റെ ഉണ്ടായിരുന്നു, പിന്നെ അക്വലോജിക്കയുടെ ഒക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഞാൻ പിന്നെ യൂസ് ചെയ്തില്ല. പിന്നെ ഡോക്ടർ ഷെറ്റ്സിന്റെ ഞാൻ യൂസ് ചെയ്യാൻ വിചാരിച്ചിട്ട് ഫസ്റ്റ് ഞാൻ വാങ്ങി കഴിഞ്ഞത് യൂസ് ചെയ്തപ്പോ അടിപൊളി സാധനം. എന്ന് വെച്ചാൽ ഇത് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഫീല്, പിന്നെ ഇതിന്റെ പ്രൊട്ടക്ഷൻ, അത് മാത്രല്ല ഇത് ഹൈലറോണിക്കും കൂടി ഉള്ളത് കൊണ്ട് ഭയങ്കര ഗ്ലോ തരും നമ്മുടെ ഫേസിന്. അപ്പൊ നമുക്ക് ഗ്ലോയി ഡ്യൂയി സ്കിന്നാണ്, അങ്ങനെ ഒരു ഫിനിഷ് ആണ് വേണ്ടത് വെച്ചാല് ഈ ഒരു പ്രൊഡക്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അത് മാത്രല്ല ഇത് നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്യും എല്ലാം. പിന്നെ ഇതിന്റെ മുകളിൽ മേക്കപ്പ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഇപ്പൊ തന്നെ എന്റെ ഫേസിൽ കണ്ടില്ലേ, നല്ല ഒരു ഗ്ലോ ഇല്ലേ. ഞാൻ വേറെ പ്രൊഡക്റ്റ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഈ ഒരു സൺസ്ക്രീനിന്റെ പുറമെയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. കൺസീലർ ഇട്ടു, ബ്ലഷ് ഇട്ടു, അത്രേ ഇട്ടുള്ളൂ. സെറ്റിംഗ് പൗഡർ പോലും ഇട്ടിട്ടില്ല. അതുകൊണ്ടാണ് സെറ്റിംഗ് പൗഡർ ഇട്ട് കഴിഞ്ഞാൽ സെറ്റ് ആയി പോവും. ഡോക്ടർ ഷെറ്റ്സിന്റെ ഹൽദി ആൻഡ് ഹൈലറോണിക് ആസിഡ് സൺസ്ക്രീൻ. ഇത് അടിപൊളിയാണ്. ഇതിൽ SPF 50+ ഉണ്ട്, PA++ ഉണ്ട്. ഇത് ഹൈഡ്രേറ്റിംഗ് ആണ്, ബ്രൈറ്റനിങ് ആണ്, നോ വൈറ്റ് കാസ്റ്റ്, ഹൈഡ്രേറ്റ്സ് ആൻഡ് പ്രൊട്ടക്ട്സ് അഗൈൻസ്റ്റ് UVA and B rays ആൻഡ് ബ്ലൂ ലൈറ്റ്. ഇതിൽ പറഞ്ഞ എല്ലാം, ഇതിൽ ക്ലെയിം ചെയ്യുന്ന എല്ലാം ശരിക്കും എന്താണ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിൽ പറയുന്ന ഒക്കെ നമുക്ക് നമ്മുടെ സ്കിന്നിനെ കിട്ടും. ഹൈഡ്രേറ്റ് ആക്കുന്നുണ്ട്, നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റ് ആക്കുന്നുണ്ട്. അതുണ്ട് കേട്ടോ. നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ബ്രൈറ്റ് ആക്കും. ഇത് നമ്മൾ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ വേറൊരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഇതുപോലത്തെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ നന്നായിട്ട് ഫെയ്ഡ് ആക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മൾ ഇത് ഇട്ട് കഴിഞ്ഞ് ഒന്ന് അത്യാവശ്യം നമ്മുടെ സ്കിന്നിലേക്ക് ഒന്ന് അബ്സോർബ് ആയി ഒന്ന് സെറ്റ് ആവുന്ന ആ സമയം ഉണ്ടല്ലോ, ആ സമയത്തിന് ശേഷം ഈ നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ബ്രൈറ്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. നല്ല ഹൈഡ്രേറ്റ്, ഭയങ്കര ഗ്ലോയി ആൻഡ് ഡ്യൂയി ആയിട്ട് നിൽക്കും കേട്ടോ. അപ്പൊ ഇതാണ് അടുത്തത്. ഇനി അടുത്ത മോബ്സ്കോന്റെ അണ്ടർ ഐ ക്രീം ആണ് കേട്ടോ. ഇതും ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റ് വീണ്ടും റീപർച്ചേസ് ചെയ്താണ്. പ്രൊഡക്റ്റ് കഴിഞ്ഞപ്പോ വീണ്ടും റീപർച്ചേസ് ചെയ്താണ്. ഇതാണ് പ്രൊഡക്റ്റ്. അവർ പാക്കേജിങ് മാറ്റിയിട്ടുണ്ട്. മുമ്പ് ഇതായിരുന്നില്ല പാക്കേജിങ്. അപ്പൊ ഈ പ്രൊഡക്റ്റ് പറഞ്ഞാൽ ഇത് നല്ലൊരു ഐ ക്രീം ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇത് എന്നും ഞാൻ രാത്രി യൂസ് ചെയ്യാറുണ്ട്. ഇത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഡാർക്ക് സർക്കിൾസ് ഒക്കെ കുറയ്ക്കുന്നത് പോലെ ഫീൽ ചെയ്യല്ല, കുറയ്ക്കുന്നുണ്ട്. ഡാർക്ക് സർക്കിൾസ് കുറയ്ക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് പഫിനെസ് ഇല്ലേ രാവിലെ. എനിക്ക് പിന്നെ തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ കണ്ണിന്റെ അടിയിൽ പഫിനെസ് വരില്ലേ, അങ്ങനെ പഫിനെസ് വരില്ല. ഇത് രാത്രി നമ്മൾ യൂസ് ചെയ്ത് കിടക്കുകയാണ് വെച്ചാൽ. ഇനിയിപ്പോ എനിക്ക് തോന്നുന്നതാണോ അറിയില്ല, വരില്ല. അങ്ങനെ വരില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം. ഒന്ന് യൂസ് ചെയ്ത് നോക്കുന്നതോട് തെറ്റൊന്നുമില്ല. നല്ലൊരു പ്രൊഡക്റ്റ് ആയിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഡാർക്ക് സർക്കിൾസ് എന്തായാലും കുറയ്ക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതിൽ പറഞ്ഞിട്ടുള്ളത് കോഫി ഉണ്ട്, ബക്കൂച്ചിയോൾ ഉണ്ട്, കോഫി സീഡ് ഓയിൽ ആണ് കേട്ടോ, വിറ്റമിൻ ഇ ഉണ്ട്. അതൊക്കെ നമ്മൾക്ക് ബ്രൈറ്റ് ആക്കുന്ന പ്രൊഡക്റ്റ് ആണ്, ഹൈഡ്രേറ്റിംഗ് ആക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണല്ലോ. അതുകൊണ്ട് തന്നെ ശരിക്കും ഡാർക്ക് സർക്കിൾസ് ഒക്കെ നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പഫിനെസ് വരില്ല. ഇനി പഫിനെസ് ഉണ്ട് വെച്ചാലും നമുക്ക് ഇത് ഇങ്ങനെയാണ് വരുന്നത്. ഇതിങ്ങനെ ഈ ഒരു ഇതാണ് ഇതിന്റെ ടോപ്പായിട്ട് വരുന്നത്. ഇത് നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്താൽ പ്രൊഡക്റ്റ് വരും. എന്നിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കാൻ പറ്റും നമ്മുടെ അണ്ടർ ഐയില്, അതുപോലെ ഐലിഡില് ഒക്കെ. അത് നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇത്രയാണ് നമ്മളുടെ പ്രൊഡക്ട്സ്. ഞാൻ വാങ്ങിയ പ്രൊഡക്ട്സ് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇതാണ് കഴിഞ്ഞു. ഇത്രയാണ് ഞാൻ നൈക്കയുടെ ഹോട്ട് പിങ്ക് സെയിലിൽ വാങ്ങിയ പ്രൊഡക്ട്സ്.
ഇതൊക്കെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റ് ആണ്. പിന്നെ ഞാൻ യൂസ് ചെയ്യാത്തതെന്ന് പറഞ്ഞത് ഒന്ന് ഇതാ ഈ ഒരു കുട്ടി പെർഫ്യൂമും, പിന്നെ ഞാൻ കാണിച്ച ലനേജിന്റെ ഈ ഒരു ലിപ് ഗ്ലോയി ബാം. ഇത് രണ്ടും, ഇത് നമുക്ക് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നൊക്കെ പറയല്ലോ. അപ്പൊ ഫസ്റ്റ് എന്റെ ഇംപ്രഷൻ ഇത് അടിപൊളിയായിട്ടുണ്ട്. കാരണം ഇതിന്റെ ആ ഒരു കൺസിസ്റ്റൻസി എനിക്ക് ഇഷ്ടപ്പെട്ടു, അതുപോലെ തന്നെ ആ ഒരു സ്മെൽ എനിക്ക് ഇഷ്ടപ്പെട്ടു, ആ ഒരു ഫീൽ എനിക്ക് ഇഷ്ടപ്പെട്ടു, എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതിന്റെ. പിന്നെ ഞാൻ യൂസ് ചെയ്യാത്ത പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ കീരോന്റെ ഇതിന്റെ ഉള്ളത്ത് എവിടെയാണോ കീരോന്റെ ഈ ലഷ് മോയിസ് മാറ്റ് ലിപ്സ്റ്റിക്, ഇതും എനിക്ക് യൂസ് ചെയ്യാനുണ്ട്. അപ്പോ ഇത്രയാണ് യൂസ് ചെയ്യാത്തത്. പിന്നെ ഇത് നമ്മൾ പറഞ്ഞല്ലോ, ബാക്കിയെല്ലാം ഞാൻ യൂസ് ചെയ്ത് തന്നെ റീപർച്ചേസ് ചെയ്താന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇത്രയാണ് ഞാൻ ഹോട്ട് പിങ്ക് സെയിലിൽ വാങ്ങിയിട്ടുള്ള സാധനം. അന്ന് ഹോട്ട് പിങ്ക് സെയിലിന്റെ സമയത്ത് നന്നായിട്ട് ഓഫർ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് അധികം അത്ര ഓഫർ ഇല്ലാതായിട്ട് തോന്നിയത് കീരോയുടെ ലിപ്സ്റ്റിക് ആയിരുന്നു. കീരോക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇല്ല. പിന്നെ ഇന്നത്തെ എന്റെ ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ. ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നൊക്കെ ഉള്ളതും പറയണം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് പുതിയ ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. See you on my next video. Bye.